നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന റൂം വെക്കറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ കൊടൈക്കനാലിൽ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഓൾറെഡി രാവിലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നല്ലോ. അത് കഴിഞ്ഞ് റൂമിലെത്തി നമ്മളൊന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് ഇറങ്ങിയിട്ടുള്ളത്. ഇനി കുറച്ചൊക്കെ 2-3 സ്ഥലങ്ങളൊക്കെ കാണണം വൈകുന്നേരം. പിന്നെ കുറച്ചൊക്കെ നല്ലൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം കേട്ടോ. നമ്മൾ ഇതിനെ കൂടെ ആയിരുന്നു നമ്മൾ ഇന്നലത്തെ റൂമിലോട്ട് വന്നത് കേട്ടോ. അന്ന് രാത്രി ആയതുകൊണ്ട് ശരിക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോഴാണ് നമ്മൾ ഇവിടെ താമസിച്ചിരുന്ന റൂമിലോട്ടുള്ള വഴി എങ്ങനെയാണെന്നുള്ളത് അപ്പോഴാട്ടോ മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഗുണ കേവ് കാണാമെന്നുള്ളതാണ് നമ്മളൊരു ഉദ്ദേശം. എന്നിട്ട് അങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഓപ്പൺ ആക്കി വരുന്നുള്ളൂ. കാരണം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് എല്ലാവരും എണീറ്റൊക്കെ ഒന്ന് സെറ്റാവുന്ന ടൈമായിട്ടുള്ളൂ കേട്ടോ. പോണ വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ ഗുണ കേവിൽ പോകുന്ന ടൈമിൽ ഒന്ന് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് ഫിലിമൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഗുണ കേവ് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഈ ഒരു പ്ലേസ് കാണാൻ പോവാണ്, നീ ഇപ്പോൾ ഇതുവരെ കാണാത്തൊരു വേറൊരു ലോകം പോലെയൊക്കെ അവിടെ എത്തുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇത്ര ഹൈപ്പൊക്കെ ഇട്ടപ്പോൾ എന്താ വിചാരിച്ചിട്ടുണ്ടായിന്. അന്ന് സിനിമ ഇറങ്ങിയിട്ടുമില്ല. അപ്പോൾ ആ ഗുണ കേവ് ആയിക്കോട്ടെ, മറ്റ് ആ സിനിമനെ പറ്റിയൊന്നും എനിക്ക് അറിയുന്നുണ്ടായില്ല. ഞാൻ നോർമലൊരു സ്പോട്ട് സാധാരണ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നോർമലായൊരു സ്പോട്ട് കാണുന്ന രീതിയിൽ കാണാമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സൈഡിലൊക്കെ സാധാരണ നമ്മൾ നോർമൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഊട്ടിയിലാണെങ്കിലും കൊടൈക്കനാൽ, മൂന്നാർ ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ടുകളിൽ നമുക്കിപ്പോൾ ഏകദേശം അപ്പുറത്തും ഇപ്പുറത്തും കാറിൽ പോകുമ്പോൾ സൈഡുകൾ കാണുന്ന വ്യൂ ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആവില്ലേ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ വല്ലാണ്ട് കോടൊന്നും ഇല്ല കേട്ടോ. ആര്യന് നല്ല ഉറക്കമാണ്. അവന് രാത്രി ചെറിയ ഉറങ്ങാൻ കുറച്ച് തണുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് രാവിലെ തന്നെ നല്ല ഉറക്കമാണ്. കാഹിൽ ഫ്രണ്ടിലിരുന്ന് അവന് ഓരോ കമൻ്റ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ സ്ഥലങ്ങളും. അവന് പിന്നെ ഒരുപാട് സംശയങ്ങളാണ്. നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവന് നല്ല സൗണ്ടിൽ പാട്ടിടണം, അല്ലെങ്കിൽ അവൻ്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണം. അപ്പോൾ നല്ല ഉഷാറിലിങ്ങനെ ഫ്രണ്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ കോട വരൽ തുടങ്ങി കേട്ടോ. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റായി ഇങ്ങനെ വരുന്നുണ്ട്. കൊടൈക്കനാലിൽ പോയിട്ട് കോട വേണമല്ലോ, അപ്പോഴല്ല അതിൻ്റെ ഒരു രസം. ഏകദേശം നല്ല കോടയൊക്കെ മൂടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോട മൂടിയിട്ടുള്ള റോഡും അതുപോലെ തന്നെ യാത്രൻ്റെ വൈബും ചുറ്റും എങ്ങോട്ട് നോക്കിയാലും നല്ല നല്ല സ്പോട്ടുകളും അങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷത്തിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ മൈൻഡാണെങ്കിലും എല്ലാം ഓക്കെ ആവും. നമ്മളിപ്പോൾ നോർമൽ നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലം കാണാൻ പോകുക, നമ്മളെ നാട്ടിലുള്ളൊരു ക്ലൈമറ്റ് അല്ലാതെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. യാത്രകൾ എപ്പോഴും സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതൊരുപാട് ദൂരത്ത് പോകണമെന്നൊന്നുമില്ല. നമ്മൾ തൊട്ട് അടുത്ത് നമ്മൾ അന്വേഷിക്കാഞ്ഞിട്ടാണ്. തൊട്ടടുത്ത് തന്നെ നല്ല നല്ല നമുക്ക് നമ്മളെ കണ്ണിന് കുളിർമ തരുന്നു, നമ്മളെ മൈൻഡൊന്ന് ഫ്രഷ് ആകാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകൾ നമ്മളെ നാട്ടിൽ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ യാത്ര ചെയ്യുക. ഇപ്പോൾ കൊടൈക്കനാലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കൊടൈക്കനാൽ അറിയുമ്പോൾ കൊടൈക്കനാൽ ഇപ്പോൾ എന്താണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനും കഴിയണം. യാത്രകൾ ആസ്വദിക്കുന്ന രീതിയിലും ഉണ്ട് അതിൻ്റെ ഒരു രസം. ചില ആൾക്കാരായ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഈ ഒരു വൈബ് പറ്റിക്കൊള്ളണമെന്നില്ല. അവിടെ എത്തുമ്പോൾ അവിടെ എന്താ കുറേ കോട ഉണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റില്ല പറയും. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മൾ അതിൻ്റെ ഒരു ഓളത്തിൽ നമ്മൾ യാത്ര എൻജോയ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വൈബ് കിട്ടുക. ആ വൈബ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ അത് സത്യം പറയാച്ച റോഡൊന്നും കാണുന്നില്ല. പകലാണ് നമ്മൾ വെളിച്ചിട്ടിട്ടാണ് പോണത്. നല്ല കോട മൂടിയിട്ട് നല്ലൊരു ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഫുള്ള് കോടൊക്കെ മൂടിയിട്ട് അത് കൂടെ അവിടെ ചുറ്റുഭാഗത്തുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാടിൻ്റെ പോലത്തെ ഒരു ഫീലാണ്. 2 സൈഡിലും വലിയ മരങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. നമുക്ക് മുന്നിലുള്ള കാറിൻ്റെ ലൈറ്റ് മാത്രമേ നമുക്ക് കാണുന്നുണ്ടായിരുന്നുള്ളൂ, വേറൊന്നും നമുക്ക് കാണുന്നില്ല.
ഞാനൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ ഒന്ന് നിർത്തണേ, നമുക്കൊന്ന് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന്. പക്ഷേ അവിടെ സൈഡിലൊന്നും പാർക്ക് ചെയ്യാനൊന്നും സ്പേസും ഇല്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് കാണൂലല്ലോ, നമ്മളിവിടെ പാർക്ക് ചെയ്തത് ശ്രദ്ധയിൽ പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് നല്ലൊരു വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് നല്ലൊരു വീഡിയോസും അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതാണിപ്പോൾ റോഡിലുള്ള അവസ്ഥ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തണുപ്പും ഉണ്ടായിട്ട് ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ല രീതിയിലില്ല, ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയും കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണാക്കോക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സ്പോട്ടുണ്ട് പറഞ്ഞു, ലേക്ക് ഫോറസ്റ്റ്. അപ്പോൾ അവിടെ കയറിയതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അവിടെ എത്തിയത് നമ്മളൊന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങിയതാട്ടോ. അങ്ങോട്ട് ഇറങ്ങാനും ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 20-25 അങ്ങനെ ഇറങ്ങാൻ. അവിടെ ഇറങ്ങിയിട്ട് ഇതേപോലെ കാഹിലിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവന് മരത്തിലൊക്കെ ഇങ്ങനെ കയറി നടന്ന് കളിക്കായിരുന്നു കേട്ടോ. അതും ഇതേപോലെ അത്യാവശ്യം നല്ല സ്പേസിൽ ഇങ്ങനെ നമുക്ക് നല്ല ഫോട്ടോസും അതേപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഓടി നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെ ആയിരുന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ടൊക്കെ കുറേ പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഇതേ സെയിം വ്യൂ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല. നമുക്ക് ഇത്രയും ഒരു ദിവസമല്ലേ ടൈമുള്ള സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ ഉള്ള ടൈമിൽ പറ്റുന്ന അത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലേ അവിടെ അങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുന്ന് വല്ല ഇറങ്ങാനുള്ള പരിപാടിയാണ്. അതിന് ഉറക്കമൊക്കെ എണീറ്റ് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള ഗുണ കേവിലെത്തിയിട്ടോ. അങ്ങോട്ട് എത്താൻ ഇതേപോലെ കുറച്ചിങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് ഒരു ചെറിയ നല്ല ഭംഗിയുള്ളൊരു പാതയിലൂടെയൊക്കെ നടന്നിട്ട് പോകണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ സ്പോട്ടിലേക്ക് എത്തുക. ഇതിനെ കൂടെ ഒക്കെ പോയപ്പോൾ ഞാൻ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ എന്താ ഇത്രയും നമ്മൾ നോർമലായിട്ട് നമ്മൾ ഊട്ടി പോയാലും അതേപോലെ തന്നെ മൂന്നാർ പോയാലും എല്ലായിടത്തും കാണുന്ന പോലെ ഒരു സ്പോട്ട് തന്നെയില്ല. അപ്പോൾ ഞങ്ങൾ ഗുണാക്കേവിനെ പറ്റി അപ്പോഴാണ് ഞാൻ കൂടുതൽ അറിയണതും സംസാരിക്കണമൊക്കെ. എൻ്റെ അടുത്തൊക്കെ മുമ്പത്തെ ഫിലിംസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എന്താ ഇപ്പോൾ ഈ പേരിൽ മൂവി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണല്ലോ, ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കോട അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ചാറ്റൽ മഴയൊക്കെ നിന്നുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് അതിൻ്റെ മുമ്പ് നമ്മൾ കാറിലിരുന്നതിൻ്റെ ടൈമിൽ നല്ല മഴയായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പത്തിന് മഴയൊക്കെ നിന്നിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതാണ് കേട്ടോ പറഞ്ഞ സംഭവം. ഗുണ കേവ് എന്ന് പറയുന്നൊരു സ്പോട്ട്, അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോ മരങ്ങളും അതിൻ്റെ വേരുകൾ പടർന്ന് നിൽക്കുന്നതും അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ഗ്രില്ലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ അങ്ങനെ ഹിഡൻ സ്പോട്ടുകളും ഗുഹകളൊക്കെയാണെന്നാണ് കേട്ടോ പറഞ്ഞു തന്നത്. നമ്മളിങ്ങനെ ഈ സൈഡിലെ മരത്തിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോസും നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിരക്ക് അത്രക്കണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞിരുന്നിട്ട് ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളും അവിടെ അങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ മതിലിൻ്റെ ആ ഒരു കമ്പിട്ട് അതിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, എൻട്രി ഇല്ല. അതേപോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക്
പ്രത്യേകിച്ചൊന്നും കാണൂല. ഒരു അങ്ങനെ വലിയൊരു കുഴി പോലെയാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടും കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് നോക്കുമ്പോഴുള്ളത്. പക്ഷേ മൊത്തത്തിൽ കോട മൂടി കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് വ്യൂ കാണും. അല്ലാതെ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കോട മൂടി കിടക്കുകയാണ്. ഇതായിട്ട് അങ്ങോട്ട് ശരിക്കും കാണുന്നുണ്ട്. അങ്ങോട്ട് മൊത്തത്തിൽ നല്ലൊരു കൊക്കയാണെന്നാണ് ഇനി കണ്ടിട്ട് മനസ്സിലായത്. പക്ഷേ എങ്കിൽ നമുക്കിങ്ങനെ കോട മൂടി കിടക്കുന്നതുകൊണ്ട് അടിയിക്കൊന്നും കാണില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി അവിടെ പുറത്തൂടെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടൊന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ ചീസ് മാഗി, ബ്രെഡ് ഓംലെറ്റ്, അതേപോലെ ബർഗർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഐറ്റംസൊക്കെ ഇങ്ങനെ പലതും മേടിച്ചിട്ട് കഴിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇതിപ്പോൾ അവിടെ നിന്ന് തന്നെ നെക്സ്റ്റ് ഒരു സ്പോട്ട് കേട്ടോ നമ്മളെത്തിയത്. അവിടെ ഇതേപോലെ തന്നെ അവിടെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിൻറ്റും പിന്നെ 2-3 ആനകൾ ഒന്നിച്ചുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇത് പിന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഇങ്ങനെ എന്താ ചെറിയൊരു മതിൽ പോലെ കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലെ തന്നെ ഒരു വലിയ കൊക്ക പോലെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അത് പറഞ്ഞ പോലെ കോട മൂടി കിടക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് രസം നല്ലല്ലോ. അവിടെ നോക്കി നിൽക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ്. അവിടെ സൈഡിൽ ചെറിയൊരു അരുവി പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു റിസോർട്ട് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ച് ടൈമൊക്കെ ആയപ്പോൾ പറഞ്ഞു അങ്ങോട്ട് എത്താൻ കുറച്ച് ദൂരമുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോകുക, അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വഴിയൊക്കെ കണ്ടുപിടിച്ച് പോകാൻ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി രാത്രിയായി. എന്താപ്പോൾ നമുക്കവിടെ സ്പോട്ടിലെത്താൻ പറ്റിയില്ല. സ്പോട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയറ്റമൊക്കെ ഉള്ള റോഡിലൂടെ പോകണം. നമുക്ക് രാത്രി പോകുമ്പോൾ നമുക്ക് ഇതേപോലെ കോട മൂടിയിട്ടും ചെറിയ റോഡുമാണ്. നമുക്കറിയില്ലല്ലോ അങ്ങോട്ട് പോണ വഴി എങ്ങനെയാണെന്നുള്ള, സൈഡ് കൊക്കയാണോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെ എത്തോളം. നല്ല ഇരുട്ടുമാണ്. നമ്മളെ റൂം കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിൽ വിജനമായ നിരുങ്ങിയ റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയായാലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇടയിൽ കൂടെ ഒക്കെ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ കാണാനുണ്ട്. രാവിലെ തിരിച്ചു പോരുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഭംഗി കിട്ടുക. ഞാനിങ്ങനെ പോകുമ്പോൾ വിചാരിക്കുകയാണ് അവിടെ താമസിക്കുന്നവർക്കൊക്കെ എന്ത് രസകരം. എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളും അങ്ങനെയൊക്കെ ആയിട്ട്. ചിലപ്പോൾ നിന്ന് പോകുമ്പോൾ ചിലപ്പോൾ ബോറടിച്ച് പോയേക്കാം. പക്ഷേ അങ്ങനെയല്ല, നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ചെല്ലുന്ന ആൾക്കാർക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നും കുറച്ച് തോനെ ദിവസം അവിടെ നിൽക്കണം, അവിടെ സ്പെൻഡ് ചെയ്യണം. അവിടുത്തെ വൈബും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കൾച്ചറൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ജീവിക്കണം എന്ന് നമുക്കിങ്ങനെ 1 ദിവസം 2 ദിവസമൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും. ഇനിയിപ്പോൾ ദിവസം നിൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും ഫീലെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോയി കാണുമ്പോൾ അങ്ങനെയുള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹകരം അവിടെ തന്നെ കുറേ ദിവസം നിന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ. ഇങ്ങനെ ഈ വളവും തിരിവും കയറ്റവും ഒക്കെ കയറി നമ്മളിതുവരെ നമ്മളെ സ്പോട്ടൊക്കെ എത്തിയിട്ടില്ല കേട്ടോ. ഏകദേശം എത്താനായി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റിസോർട്ടിൻ്റെ ഏരിയയിൽ കൂടെ എത്താനായി എന്നാണ് പറഞ്ഞത്. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ എൻ്റെ അടുത്ത് ഓരോന്നിങ്ങനെ ചോദിക്കലുണ്ട്, നിങ്ങൾ എങ്ങനെ പോകണത്, ഇങ്ങനെ റിസോർട്ട് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയൽ തുടങ്ങി കേട്ടോ. കാരണം അത്രയ്ക്ക് ഇരുട്ടും കോടയും. ഇപ്പോൾ ഏകദേശം നല്ല ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി പേടിക്കൊന്നും വേണ്ട, നമ്മൾ സ്പോട്ടിലെത്തിയേക്കണ പറഞ്ഞു കേട്ടോ. അവിടെ ഈ പറഞ്ഞ മാതിരി നല്ല കോടയും
നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പ് പറഞ്ഞാൽ അത് കുറേ ഹൈറ്റിലായി റിസോർട്ടുള്ളത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ റൂം കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് റിസോർട്ടിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. ശരിക്കും അവിടെ രാത്രിയിൽ കാണാനും ഭംഗിയുണ്ട് കേട്ടോ. രാത്രിക്ക് അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ. അവിടെ രാത്രിയിൽ വേറൊരു വൈബ്. നമുക്ക് കോണിക് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലായിരുന്നു കേട്ടോ നമ്മൾ റൂം. ഇതായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റിസോർട്ട്. ഇതിങ്ങനെ 2 റൂമായിട്ടാണ്. റൂമിൻ്റെ ഉള്ളിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു റൂമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാത്രിയായില്ല. നമ്മൾ കുറേ പുറത്തൊക്കെ ഇറങ്ങി വൈബാക്കി ചില്ലാക്കി. അയക്കാൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു അവിടെ നമ്മളെത്തിയപ്പം. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നല്ല രസമാക്കി നേരത്തെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം എടുത്ത് നോക്കുമ്പോൾ കാഹിൻ്റെ കൂടെ ഉണ്ട് ഒരു പൂച്ച കിടന്നുറങ്ങണം. ഞങ്ങൾ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കടന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. രാത്രിയിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ. പിന്നെ ഒന്നാമത് മൊത്തം ഇരുട്ടല്ലേ. പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. പിന്നെ രാവിലെ നീറ്റ് നോക്കുമ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിന് കാണുന്നൊരു വ്യൂ. അവിടുന്ന് അങ്ങോട്ട് താഴത്ത് നോക്കുമ്പോൾ അതേപോലെ തന്നെ ഭയങ്കരമായൊരു കൊക്കയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ രാവിലെ നീറ്റിട്ട് അതിനെ കൂടെ ഒക്കെ നടന്ന് പോയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇവർക്ക് തന്നെ ഒരു ടെൻറ്റ് സെറ്റപ്പിലുള്ള റൂമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളൊരു ദിവസം അവിടെയും സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പോയത്. ഇതാണ് ആദ്യത്തെ ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തു. രണ്ടാമത്തെ ദിവസം നമ്മളൊരു അവിടെ ഒരു ഇതേപോലെ തന്നെ ടെൻറ്റ് സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി അവിടെയെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ ഇത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ബാൽക്കണി. ഇത് ബാക്ക് സൈഡിലുള്ള ബാൽക്കണി എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ നിന്ന് ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് താഴത്തേക്ക് ഭയങ്കര വലിയൊരു കൊക്കയാണ്. അതിൻ്റെ ഇടയിൽ അവിടെ എന്തോ ഒരു ഫ്രൂട്ട് കണ്ടു കേട്ടോ. എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നമ്മളെ റൂമിന് അപ്പുറത്ത് വേറെ ഒരു റൂമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തൊരു ടെൻറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കവിടെ ചായയൊക്കെ കുടിച്ചിരുന്ന് വൈബ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട്. നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന റൂമാണെന്നുണ്ടെങ്കിലും ടെൻ്റാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ്. അവിടെ നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് കളിക്കാനൊക്കെ പറ്റിയൊരു വൈബൊക്കെ ഉള്ളൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. നമ്മളവിടെ നിന്നിട്ട് അവരുടെ അടുത്ത് നമുക്ക് ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തായാലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് പറയാം കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിൽ നമ്മൾ എന്നും കിടന്നുറങ്ങുന്നൊരു രീതിയിൽ നിന്ന് മാറിയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മറ്റേ ടെൻറ്റ് സെറ്റപ്പ്. അവിടുന്ന് പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മറ്റേ കാട്ട് പോത്ത് പോയ കാലിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സേഫാണോ ചോദിച്ചാൽ നമ്മളൊരു വിശ്വാസത്തിൽ നമ്മളങ്ങനെ കിടക്കുന്നത്. ഇതുവരെ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് ഇല്ല. അതുകൊണ്ടാണല്ലോ അവരിങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നൊക്കെ നമ്മളെ റിസ്ക്കിലാണ്. നമ്മളൊരു ആഗ്രഹവും എല്ലാം കൊണ്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. എന്തായാലും ഞങ്ങൾ പകൽ കുറച്ച് അവിടെ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയാലും നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് എടുക്കായിരുന്നു കേട്ടോ നമ്മളവിടെ നിന്നിട്ട്. അന്ന് നമ്മളപ്പുറത്ത് താമസിച്ചിരുന്നവരൊക്കെ രാവിലെ തന്നെ പോയോണ്ട് പിന്നെ അവിടെ റിസോർട്ടിൽ നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഓടിക്കയറി ചാടി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിട്ടോ.
പിന്നെ അവിടെ നമ്മൾ നല്ല ചൂട് ചായയും കാഹിലിന് നല്ലൊരു വെള്ളച്ചായയൊക്കെ ഓർഡർ ചെയ്ത് നല്ല വൈബിൽ കുടിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ അങ്ങനെ പറ്റിയില്ല കേട്ടോ, നമ്മൾ ഓരോ തിരക്ക് കൂടെ ആയിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ പോലെ 200 meters. Turn left. പിന്നെ നമ്മൾ പോരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്നും കൂടി മറ്റേ ഹോട്ട് ചോക്ലേറ്റും അവിടുത്തെ മാഗിയും അതേപോലെ ബ്രെഡ് ഓംലേറ്റും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ കഴിച്ചിന് കടയിൽ തന്നെ വീണ്ടും പോയതാട്ടോ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ഓംലേറ്റും അതേമാതിരി ഹോട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ. നമുക്ക് മാഗി ഉണ്ടാക്കി തരാൻ കേട്ടോ. ചെറിയ സെറ്റപ്പ് കടകളാണ്, പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റാണ്. മാഗി ആണെന്നുണ്ടെങ്കിലും ബ്രെഡ് ഓംലേറ്റും ഹോട്ട് ചോക്ലേറ്റ്, എനിക്കവിടുത്തെ ഈ 3 ഐറ്റം ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കത് കഴിക്കാനായിട്ട് വീണ്ടും കൊടൈക്കനാൽ പോകണമെന്ന് തോന്നലുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുഴുവൻ രാത്രിയാണ് അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല സ്പോട്ടുകളൊന്നും പോരണ വഴികൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി, നമുക്ക് പോണ വഴികളൊക്കെ നല്ല രീതിയിൽ കാണാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. പിന്നെ ഇതൊക്കെ പുളിൻ്റെ മരങ്ങളാണ് കേട്ടോ. അത് ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ കിടക്കണം, നല്ല ഭംഗിയിൽ കാണാനും. പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ ഞങ്ങൾ പയനിയിലും പാടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെയൊക്കെ ഭയങ്കര റഷ് ചെയ്യുന്നു. പയനിയിൽ കയറി അമ്പലത്തിൻ്റെ മുകളിലൊക്കെ സ്റ്റെപ്പൊക്കെ കയറി കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതേപോലെ പയനിയിൽ തന്നെ ആയിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിവിടെ ഈ സ്പോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ഏരിയയിൽ ഇതേപോലെ തന്നെ പുളിൻ്റെ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്കാണ്, നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. അതേപോലെ തന്നെ വേറെയും പല പല കൃഷികളും പോണ വഴിയിൽ കാണാൻ പറ്റിയിട്ടോ. തിരിച്ച് പോന്നപ്പോഴാണ് ശരിക്കും നമ്മൾ പോകുന്ന വഴി ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ നമ്മൾ നിലമ്പൂർ എത്തിയതിന് ശേഷം നിലമ്പൂരൊക്കെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇതേപോലെ തന്നെ നമ്മളെ നാട്ടിലത്തെ ഫുഡ് കഴിക്കുമ്പോഴാണല്ലോ നമുക്കൊരു രസം ഉണ്ടാവുക. അവിടെ കയറി നല്ല ബ്രോസ്റ്റും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ കൊടൈക്കനാൽ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതേപോലെ തന്നെ നല്ല നല്ല ട്രിപ്പ് വീഡിയോസിന് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കൊടൈക്കനാൽ ട്രിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പയനിന്ന്. നല്ലൊരു നൂഡിൽസും അതേപോലെ തന്നെ ഒരു ബിരിയാണിയും ഒക്കെ ഓർഡർ ചെയ്തിട്ടാട്ടോ കഴിച്ചത്. ഓക്കെ, ബൈ.